ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധമായ ഖുർആനെങ്ങാനും ഒരു പർവ്വതത്തിലേക്കായിരുന്നു ഇറങ്ങിയിരുന്നത് എങ്കിൽ അത് ഇറങ്ങിയത് ഹബീബിന്റെ ഖൽബിലേക്കാണ്. നസ്സലഹു അലാ ഖൽബിക്, ഹബീബിന്റെ ഖൽബിലേക്കാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആനിന്റെ അവതരണമെങ്ങാനും ഒരു പർവ്വതത്തിലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? സൂറത്തുൽ ഹശ്ർ ഓതി നോക്കൂ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. പർവ്വതം ഒരു മനുഷ്യനെ പോലെയാണോ? പർവ്വതം എത്ര ഫേമാണ്, എത്ര ശക്തമാണ്. നമ്മൾ രണ്ട് കാലിലാണ് നിൽക്കുന്നത്. പർവ്വതം നിൽക്കുന്നത് എങ്ങനെയാ? ആയിരക്കണക്കിന് കാലുകൾ എന്ന് പറയാൻ പറ്റുമല്ലെങ്കിൽ നൂറുകണക്കിന് വേരുകളുണ്ട് പർവ്വതങ്ങൾക്ക്. ഭൂമിക്കടിയിലേക്ക് പോകുന്ന റവാസിയ എന്ന് ഖുർആൻ വിളിക്കുന്ന പർവ്വതങ്ങൾ, ആഴത്തിൽ ആണിയടിച്ച പോലെ നിൽക്കുന്ന പർവ്വതങ്ങള്, ഇളകാതിരിക്കുന്നത്. ആ പർവ്വതങ്ങൾക്ക് മീതയായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബി ഞങ്ങൾക്ക് ഖുർആൻ ഇറക്കുന്നതിന് പകരം ഖുർആൻ ഇറങ്ങിയത് ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നുവെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ആ പർവ്വതം വിനയാന്വിതമായി നിൽക്കുന്നത് നബിയെ അങ്ങേക്ക് കാണാൻ കഴിയുമായിരുന്നു. പർവ്വതം ഖാശിഅൻ, പേടിച്ച് ഭയന്ന് വിനയാന്വിതമായി താഴ്മയോടുകൂടെ തലതാഴ്ത്തി നിൽക്കുന്ന പോലെ നബിയെ ആ പർവ്വതത്തെ കാണാൻ കഴിയുമായിരുന്നു. മുതസദ്ദിആ, ആ പർവ്വതം പിളരുമായിരുന്നു. പർവ്വതം പിളരും. ഖുർആൻ അവതരിക്കുന്നതോടുകൂടെ ആ നിൽക്കുന്ന പാറക്കെട്ടുകൾ പൊട്ടുമായിരുന്നു. മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പർവ്വതത്തിന് വിള്ളലുണ്ടാകുമായിരുന്നു. വിശുദ്ധ ഖുർആൻ ഓതുമ്പോഴും പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് ഇടപെടണം. പർവ്വതത്തിന് വിള്ളലുണ്ടാക്കുന്ന പോലെ നമ്മുടെ സ്വഭാവങ്ങളിലേക്ക് ഖുർആനിന് ഇറങ്ങി വരാൻ കഴിയണം. നമ്മുടെ വ്യക്തിത്വങ്ങളിലേക്ക് അത് ഇറങ്ങി വരാൻ കഴിയണം. നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഖുർആനിന്റെ ഇടപെടലുകൾ ഉണ്ടാവണം. അപ്പോഴല്ലേ റമളാൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ ഒരു മാറ്റമുണ്ടായി. ഖുർആൻ ഇറങ്ങിയ മാസത്തിന്റെ സന്ദേശം എന്താ? ഖുർആൻ ഹുദൽ ലിന്നാസ്, സന്മാർഗം, നേരായ വഴി, വഴി തെറ്റാത്ത നേർവഴിയാണ് ഖുർആൻ. ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗത്തിന്റെ തെളിവുകളാണത്. പുണ്യനബി റസൂലാണ് എന്ന് നമ്മൾ തെളിയിക്കുന്നത്, ഇന്ന് നിന്നുകൊണ്ട് നമ്മൾ തെളിയിക്കുന്നത് ഖുർആൻ വെച്ചുകൊണ്ടാണ്. അല്ലാഹു ഏകനാണ്, പടച്ചവനാണ്, സൃഷ്ടാവ് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നത് ഖുർആൻ വെച്ചുകൊണ്ടേ പറ്റൂ. വിശുദ്ധ ഖുർആനാണ് അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിന്റെ തെളിവ്, തൗഹീദിന്റെ തെളിവ്, ഹബീബിന്റെ റിസാലത്തിന്റെ തെളിവ്, ആഖിറത്തിന്റെ തെളിവ്. ആ മുഅ്ജിസത്താണ്. ആ ഒരു മഹാത്ഭുതം നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ ആ മഹാത്ഭുതം അല്ലാഹു ഇറക്കി തന്ന മാസം നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനറിയുമോ? അല്ലാഹുവിന്റെ ഖിയമുകൾ, മൂല്യങ്ങൾ, പടച്ചതമ്പുരാൻ നമ്മളോട് പറഞ്ഞ സ്വഭാവ ഗുണങ്ങളെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് പഠിപ്പിക്കാൻ തന്നെ. അല്ലാഹു മൂല്യമാണല്ലോ പടച്ചത്. മനുഷ്യനെ പടക്കുന്നതിന്റെ മുമ്പ് മൂല്യങ്ങളെ പടച്ചു എന്നാണ് സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അർ-റഹ്മാൻ കാരുണ്യവാനായ അല്ലാഹു, അല്ലാഹു കാരുണ്യവാനാണ്. അല്ലമൽ ഖുർആൻ, അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചു. അല്ലമഹുൽ ബയാൻ, മനുഷ്യൻ അല്ലാഹു ബയാൻ പഠിപ്പിച്ചു. എലക്വൻസ്, കാര്യങ്ങളെ ബോധ്യത്തോടുകൂടെ പറയാനും അവതരിപ്പിക്കാനുമുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു മനുഷ്യന് നൽകിയതാണ്. ഈ ആയത്തെടുത്ത് നോക്കിയാൽ ഒരു അത്ഭുതമുണ്ട്. കാരുണ്യവാൻ അർ-റഹ്മാൻ. അടുത്ത ആയത്ത് എന്താണ്? അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു. പിന്നെ ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചു. എങ്ങനെ പറയണ്ടേ ശരിക്ക്? കാരുണ്യവാൻ മനുഷ്യനെ പടച്ചു, ഖുർആൻ പഠിപ്പിച്ചു എന്നല്ലേ പറയേണ്ടത്? ഖുർആൻ പഠിക്കണമെങ്കിൽ ആദ്യം മനുഷ്യൻ വേണ്ട. ഇവിടെ ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ പടച്ചു, എന്നിട്ട് ബയാൻ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്തു. പറയേണ്ടത് അങ്ങനെയല്ലേ നമുക്ക് തോന്നിപ്പോകും. അല്ല,
പറഞ്ഞത് ഖുർആൻ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ശരി. സൃഷ്ടിപ്പ് നടത്തുന്നതിന്റെ മുമ്പ് അള്ളാഹു മൂല്യങ്ങളെ പടച്ചു. എന്ത് മൂല്യത്തിനാണ് മനുഷ്യനെ പടക്കുന്നത്? എന്താണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം? എന്താണ്? ഒരു സാധനം, ഈ മൈക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇതിന്റെ മാനുഫാക്ചറേഴ്സ് ആദ്യം ചിന്തിക്കുക എന്തിനാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പോൾ ഒരാളുടെ ശബ്ദം ഉയർത്തിക്കൊണ്ടുവരണം, അതിൻ്റെ വോള്യം കൂട്ടണം, അതിനെ ഹൈ പിച്ച് കൊടുക്കണം, അതിനെ കേൾപ്പിക്കാൻ കഴിയണം. ആ ഒരു കാര്യത്തിന് എന്ന് നീയത്ത് ആദ്യം ലക്ഷ്യം അവർ കാണണം, എന്നിട്ടേ സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയിട്ട് ഇനി ഇത് എന്തിനാ ഉപയോഗിക്കുക അങ്ങനെയാണോ ചെയ്യുക? അല്ലല്ല. എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന ലക്ഷ്യം ആദ്യം വേണം. അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ പഠിച്ചത്. സുബ്ഹാനല്ലാഹ്. ഗായത്ത് അവൽ, പിന്നെ ഖൽഖ്. ആദ്യം ലക്ഷ്യമാണ്, പിന്നെയാണ് സൃഷ്ടിപ്പ്. അർ-റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു, അല്ലമൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പഠിച്ചു. അതുകൊണ്ട് നമ്മുടെ സൃഷ്ടിപ്പിന്റെ മുമ്പ് അള്ളാഹു സംവിധാനിച്ചതാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഗീബത്തോ നമീമത്തോ പറയരുത് എന്ന് പറയുന്നത്, കളവ് പറയരുത്, വഞ്ചന പാടില്ലെന്ന് പറയുന്നത്, പരസ്പരം സ്നേഹവും കരുണയും വേണമെന്ന് പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ച് അറിയണമെന്ന് പറയുന്നത്, പടച്ചതമ്പുരാനിലേക്ക് അടുക്കണം, ഇബാദത്ത് ചെയ്യണം, അള്ളാഹു നിഷിദ്ധമാക്കിയതിനോട് അടുക്കരുത് എന്ന് പറയുന്നതെല്ലാം നമ്മൾ അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ച മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ അനുസരിക്കുമ്പോഴാണ് ജീവിതം വിജയിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ അനിവാര്യമായ ലക്ഷ്യം അള്ളാഹു ഉദ്ദേശിക്കുന്നത് മൂല്യബോധമുള്ള സമൂഹമാണ്.